اللهم صل على سيدنا مولانا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിങ്ങളോട് സുദീർഘമായി ഇൻഷാ അല്ലാഹ് സംസാരിക്കും. ഞാൻ അല്പം ക്ഷീണമായതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം നിങ്ങളോട് സംസാരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കും. ഞാൻ നേരത്തെ പെരിങ്ങത്തൂർ എന്നൊരു പേര് പറഞ്ഞല്ലോ, അത് 800 വർഷമായി ഇവിടെ കേരളത്തിൽ വന്ന ഒരു മഹാനായ വലിയ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങൾ. അവർ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ചില കറാമത്തുകൾ അനുഭവപ്പെട്ടു. ആളുകൾ ധാരാളമായി വരാൻ തുടങ്ങി. ഉദാഹരണത്തിന് വെള്ളപ്പാണ്ട് രോഗം പിടിച്ച ഒരു രോഗി വന്നാൽ ഉടനെ ഒന്ന് കൈ കൊണ്ട് തടവുകയോ അല്ലെങ്കിൽ ഒരല്പം വെള്ളം ഊതി കഴുകാൻ പറയുകയോ ചെയ്യും. ഉടനെ ആ രോഗം ശിഫയാവും. അങ്ങനെ അവിടുത്തെ കറാമത്തുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ധാരാളമായി ആളുകൾ വരവ് തുടങ്ങി. നിസ്കരിക്കാൻ സ്ഥലമില്ല. ഒരിക്കൽ നമുക്കൊരു പള്ളി വേണമല്ലോ, അതൊരു സ്ഥലം കിട്ടണമെന്ന് വെറുതെ ഈ ആളുകളെല്ലാം ഇരിക്കുന്ന സദസ്സിൽ ഒന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിസര പ്രദേശത്തുള്ള പല ഹൈന്ദവ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർ ഇവർ വന്നിട്ട് പറയുന്നു, ഇന്നലെ ഒരു പള്ളിക്ക് സ്ഥലം വേണമെന്ന് പറയുന്നതായി കേട്ടു. എന്നാൽ അവിടുന്ന് സ്ഥലം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കൈവശത്തിൽ ധാരാളം അമ്പലങ്ങൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതും ഒന്ന് തിരഞ്ഞെടുക്കാം, അത് പള്ളിയാക്കാം. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, ഇതൊക്കെ ഒരു വ്യക്തിയുടേതാണോ അല്ല പല ആളുകൾ കൂടിച്ചേർന്നതാണോ? അവർ മനസ്സിലാക്കി വ്യക്തിയുടേതാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്വീകരിക്കും
എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരാൾ പറഞ്ഞു, എൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അമ്പലമുണ്ട്, ഇതിലാരും പങ്കാളികൾ ഇല്ല, അത് നിങ്ങൾക്ക് തരാം. അപ്പോൾ അവർ കരുതിയത് അത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കും എന്നാണല്ലോ. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം സ്വത്താണ്, എല്ലാം ശരി തന്നെ, പക്ഷേ പിന്നീട് ഇവിടെ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ അമ്പലം പിടിച്ചെടുത്തതാണ് എന്ന് പറയപ്പെടുകയും അങ്ങനെ മുസ്ലിമീങ്ങളും ഹൈന്ദവരും തമ്മിൽ സംഘട്ടനമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് അതും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ വല്ല സംഭാവനയും തന്നാൽ സ്വീകരിക്കുമോ? മഹാനവറുകൾ പറഞ്ഞു, വിരോധമില്ല, നിങ്ങളുടെ സംഭാവന ഞാൻ സ്വീകരിക്കും. ആരുടെ സംഭാവന അവരുടെ സ്വന്തം ഉടമസ്ഥതയിൽ നിന്ന് തരുന്നതാണെങ്കിൽ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് പെരിങ്ങത്തൂർ ജുമുഅത്ത് പള്ളി ഉണ്ടാക്കുന്നത്. പലരും ചരിത്രം വളച്ചൊടിച്ച് ഒക്കെ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതാണ്. നിങ്ങൾ നോക്കൂ, 800 വർഷത്തിന് മുമ്പ് അവർ പറഞ്ഞതാണ് മുസ്ലിമീങ്ങൾ പിടിച്ചെടുത്തു എന്നൊരു വാദം എവിടെ വരുമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ബാബരി മസ്ജിദിൻ്റെ സംഭവം എത്ര കൊല്ലം ഇവിടെ കേസ് നടന്നു. പൊളിച്ചെറിയപ്പെട്ട ആ പള്ളിക്ക് അവകാശം ഉണ്ടായിരുന്നുവെന്നും അവിടെ പള്ളിയെടുക്കുന്നതിൻ്റെ മുമ്പ് അമ്പലമായിരുന്നു എന്നും വാദിക്കുന്നവരല്ലേ ഒരു ഭാഗത്ത് ഉള്ളത്. എന്നാൽ 800 വർഷം മുമ്പ് ഈ ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത് ഒരിക്കലും ഞാൻ പള്ളിയാക്കാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ആ മഹാത്മാവിൻ്റെ കറാമത്തുകൾ നിങ്ങൾ നോക്കൂ. അവർ പഠിപ്പിച്ചതാണ് ഈ നാട്ടിലുള്ള മത സൗഹാർദ്ദം. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളും ഉമർ ഖാദി പെരുങ്കോത്തി റളിയല്ലാഹു അൻഹുമ അവരും അതുപോലെ പൊന്നാനിയിലെ ദൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും റളിയല്ലാഹു അൻഹും അവരെല്ലാവരും പഠിപ്പിച്ച മതസൗഹാർദ്ദമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്, നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതേ മതസൗഹാർദ്ദം ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിച്ച അതേ മതസൗഹാർദ്ദമാണ് അങ്ങ് അജ്മീറിൽ, ഡൽഹിക്കടുത്ത അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ഇവിടെ പഠിപ്പിച്ചത്. അങ്ങനെ കഴിഞ്ഞുപോയ എല്ലാ ഔലിയാക്കളും സ്വാലിഹീങ്ങളും സദാത്തുക്കളും ഇവിടെ വന്ന മുസ്ലിം നേതാക്കൾ മുഴുവനും പഠിപ്പിച്ച മത സൗഹാർദ്ദമാണ് ഇവിടെ
നാം കണ്ടുവരുന്ന മതസൗഹാർദ്ദം. ഇതിന് അർത്ഥം ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു വിഷയം അവർക്ക് വിട്ടുകൊടുക്കുക എന്നല്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നും അല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട ദീൻ അത് ഇസ്ലാം മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് നമ്മോട് അള്ളാഹു പറഞ്ഞ അടിസ്ഥാനത്തിൽ നാം മുസ്ലിംകളായ നമ്മളെല്ലാവരും ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണെന്നും ആ ദീനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ മരണാനന്തരം രക്ഷപ്പെടുകയുള്ളൂ എന്നും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ വർഗീയതയ്ക്ക് നമ്മളെപ്പോഴും എതിരാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നോക്കുകയും അവരെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുകയും ചെയ്ത് അവരുടെ സംസ്കാരം നടപ്പാക്കാൻ നോക്കുന്ന അതിനാണ് വർഗീയത എന്ന് പറയുന്നത്. അത് ഒരിക്കലും നാം അനുവദിച്ചതല്ല. ഇസ്ലാം അതിലേക്ക് ഒരിക്കലും ആരെയും ക്ഷണിച്ചിട്ടും ഇല്ല. അതാണ് ഞങ്ങൾ പറയുന്ന മനുഷ്യർക്കൊപ്പം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിംകളായ നാം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള എല്ലാ ആളുകളിലേക്കും നമുക്ക് ഇഷ്ടമുള്ളതിലേക്കൊക്കെ പോകാം എന്നല്ല. സർവമത സത്യവാദം അത് സിയോണിസത്തിൻ്റെ വാദമാണ്. ആ വാദമല്ല നമ്മളുടെ ലക്ഷ്യം എന്ന് പ്രത്യേകമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും. ഇപ്പം കണ്ടോ, സമസ്തൻ്റെ ആലിമീങ്ങൾ വന്നിട്ട് പറഞ്ഞത് മതമേതായാലും വിരോധമില്ല എന്ന് പറഞ്ഞല്ലേ പോയത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായിട്ട് ഇവിടെ 100 കൊല്ലം തികയുകയാണല്ലോ. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ഇവിടെ ജനങ്ങളെ വിശ്വാസം പേടിച്ചു പോകാതെ സൗഹാർദ്ദത്തിലും മൈത്രിയിലും ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ആ പഠിപ്പിച്ച നയത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ സാലിഹ്യങ്ങളായ പണ്ഡിതന്മാരും നമ്മളെ നയിച്ചു. അതാണ് നാം ഇപ്പോൾ അവരിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അതിന് തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റായ നിലക്ക് വ്യാഖ്യാനം ചെയ്യാനും നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം കണ്ടോ, കാന്തപുരം വന്നിട്ട് അതുപോലെ പേരോട് വന്നിട്ട് മതമേതായാലും വിരോധമില്ല എന്നാണ് പ്രസംഗിച്ചു പോയത് എന്ന് നാളെ തന്നെ ഒരാൾ വന്ന് പറയാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെമ്പാടും ലോകത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത്രയും വ്യക്തമായി പറഞ്ഞത്. മതമേതായാലും
എന്ന വാദം അല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം എന്നും അതേ സമയത്ത് ആ മതത്തെ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ല. അതാണ് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക റിപ്പബ്ലിക്ക് ഇവിടെ ഉണ്ടായാലേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന വാദമല്ല നമ്മുടെ വാദമെന്നും ഇഷ്ടമുള്ളവർക്ക് അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടന അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നവൻ മുസ്ലിമായി തന്നെ മുസ്ലിമിന് ജീവിക്കാം. ഇതാണ് നാം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ അതാ കണ്ണൂർ സിറ്റിയുടെ മധ്യത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ അവർകളും അവരുടെ ജദ് സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അവരും അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ സാനി തുടങ്ങിയ ഔലിയാക്കന്മാർ അവരൊക്കെ 700-800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളവരാണ്. അന്ന് മുതൽ മുസ്ലിമീങ്ങൾ ആയി അവർ ജീവിച്ചു വന്നവരും മരിച്ചു പോയവരുമാണ്. അവർക്ക് അന്നത്തെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് അവർക്കിവിടെ ഇസ്ലാമിക പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നതാണ് സത്യം. അതുകൊണ്ട് ആ മഹത്തുക്കൾ നടന്നു വന്ന വഴിയിൽ നിന്ന് ഒരിക്കലും വ്യതിചരിച്ചു പോകാതെ നാം എല്ലാവരും ജീവിക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴികൾ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരും ഒരു അരമണിക്കൂർ അവിടെ തന്നെ ഇരിക്കണം. നല്ല ഇരുത്താണ്. ഇത് വെറുതെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് പിടുത്തത്തിൻ്റെ പരിപാടിയല്ല ഈ കേരള യാത്ര. അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ആവശ്യമായ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സവാബ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മജ്‌ലിസാണ് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലും ചിന്തിക്കും ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കേരള യാത്രയിൽ പോയിട്ട് ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് വല്ലതും കിട്ടാറുണ്ടോ? തീർച്ചയായും കിട്ടും ഇൻഷാ അല്ലാഹ്. നാം ഇവിടെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കണമെങ്കിൽ ഈ വിശ്വാസവും ഈ പ്രവർത്തനവും അനിവാര്യമാണ്. അതില്ലാത്ത കാലത്തോളം ഇവിടെ ഒരിക്കലും ദീൻ നിലനിർത്താൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വിദേശത്ത് പോയ ആളുകൾ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അവിടെയൊക്കെ നമുക്ക് മതം പ്രചരിപ്പിക്കാനോ ദീൻ നിലനിർത്താനോ സൗകര്യമുള്ള തരങ്ങൾ എത്രയോ കുറവ് അല്ലേ? അതേ സമയത്ത് അതെല്ലാമുള്ള നമുക്ക് നമ്മുടെ ദീൻ അനുസരിച്ച് ഇവിടെ ജീവിക്കണം. ഒരൊറ്റ നിസ്കാരവും ഖളാആക്കാതെ മുസ്ലിമായ മനുഷ്യൻ 5 വക്ത് നിസ്കരിക്കണം. അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. റമളാൻ മാസത്തിൽ നോമ്പ് നോക്കണം. പള്ളിയിൽ വെച്ച് വാങ്ക് വിളിക്കണം. ഇങ്ങനെയുള്ള ദീനിൻ്റെ ചിട്ടകൾ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ
ഔലിയാക്കൾ ആരിഫികൾ പറഞ്ഞു തന്നതുപോലെ പഠിപ്പിച്ചു തന്നതുപോലെ ഇവിടെ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.